യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ. ആ കാലിഫോർണിയയിലെ ഏറ്റവും മനോഹരമായ മലനിരകളും അതുപോലെ തന്നെ സുന്ദരമായ താഴ്വാരങ്ങളുമുള്ള ഒരു നഗരമാണ് ഈ ലോസ് ഏഞ്ചലസ്. ഹോളിവുഡ് സിനിമയിലെ പ്രമുഖ നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസർമാരും അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെ സിഇഒമാർ, പിന്നെ IT മേഖലയിലെ പ്രൊഫഷണൽമാർ, അതുപോലെ തന്നെ ഡോക്ടർമാർ, എൻജിനീയർമാർ, പ്രമുഖ വ്യവസായികൾ, വ്യാപാരികൾ, ഇങ്ങനെയുള്ള പ്രമുഖരൊക്കെ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ലോസ് ഏഞ്ചലസ്. നമ്മളെ നാട്ടിൽ സാധാരണ പണക്കാരായവരും മിഡിൽ ഈസ്റ്റിലുള്ളവരും താമസിക്കുന്നത് താഴ്വാരങ്ങളിലും മലമുകളിൽ സാധാരണക്കാരുമാണ് കണ്ടുവരുന്നത്. ഇവിടെയാകട്ടെ നേരെ തിരിച്ചാണ്. മലമുകളിൽ ഏറ്റവും വലിയ പണക്കാരും താഴ്വാരങ്ങളിൽ മിഡിലുള്ളവരുമാണ് ഈ ലോസ് ഏഞ്ചലസിൽ താമസിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇവർ മലമുകളിൽ ഇത്രയും വലിയ പണക്കാരൊക്കെ താമസിക്കുന്നത് അവിടെ 1 ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലം എടുത്ത് അവർ വനം നിർമ്മിച്ച് അതിനകത്ത് അത്യാധുനിക രീതിയിലുള്ള കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ച് സ്വിമ്മിംഗ് പൂളടക്കം എല്ലാവിധ ആധുനിക സുഖ സൗകര്യങ്ങളും കൂടി ആർമാദിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലോസ് ഏഞ്ചലസിലെ മലനിരകൾ. അവിടെയാണ് ഇപ്പോൾ തീ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തി തന്നെ നിലകൊള്ളുന്നത്. ഇവിടെ തീ പടരാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് വൈദ്യുതി കേബിളുകൾ തമ്മിൽ കാറ്റിൽ ഉരഞ്ഞ് അതിൽ നിന്നും സ്പാർക്ക് ഉണ്ടായി. അങ്ങനെ 120 കിലോമീറ്ററിൽ വേഗതയിലടിക്കുന്ന കാറ്റിലാണ് ഇതുപോലെ തീ ഇങ്ങനെ പടർന്ന് അതിങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഇവിടെ ചെറിയ രീതിയിലാണ് തീ ഉണ്ടാകാറ്. അത് ചൂട് കാലത്താണ്. ഇപ്പോൾ ചൂട് മാറി മൺസൂൺ തുടങ്ങാൻ പോകുന്ന സമയത്ത് സാന്ത എന്നൊരു കാറ്റ് അവിടെ സ്ഥിരമായി ഉണ്ടാകുന്നതാണെന്നും അത് 40, 45, 50 കിലോമീറ്റർ വേഗതയിലായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നതെന്നും ഇപ്രാവശ്യം അത് 125 കിലോമീറ്ററിലേക്ക് വേഗതയാർജിക്കുകയും അതുവഴി ഈ തീയെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പകർത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഈ സുന്ദരമായ ഈ നഗരം ഇങ്ങനെ കത്തിയെരിയുന്നത്. യഹൂദി രാക്ഷസന്മാർ കൊലപ്പെടുത്തിയ ഗസയിലെയും പലസ്തീനിലെയും പിഞ്ചു മക്കളുടെ കണ്ണീരും ശാപവുമാണ് ഈ തീ എന്നും പറയപ്പെടുന്നവരുണ്ട്. ഞാൻ അധികാരത്തിലെത്തിയാൽ ഗസയും പലസ്തീനും അടക്കം പശ്ചിമ ഏഷ്യ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു ഭരണാധിപന് കിട്ടിയ ഒരു ന്യൂ ഇയർ സമ്മാനമാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചും കെടുത്താൻ പറ്റാത്ത ഈ കാട്ടുതീ. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചു എന്ന് പറഞ്ഞതുപോലെ അഭയം കൊടുത്ത, ആശ്രയം കൊടുത്ത ഒരു സമൂഹത്തെ തുടച്ചു നീക്കി അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യൂതപിശാചുകളെ കിട്ടിയ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും എതിരിട്ടപ്പോൾ അവരെ മിസൈൽ കൊണ്ടും ബോംബ് കൊണ്ടും കൊന്നൊടുക്കാൻ ഈ ഇസ്രായേലിൻ്റെ രക്തരക്ഷസുകൾക്ക് പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായം ചെയ്ത അമേരിക്കയ്ക്ക് ദൈവം കൊടുത്ത ഒരു അട്ടിമറി തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഭയവിഹ്വലതയിലാക്കുന്ന ഈ കാട്ടുതീ. ഇത് അനുഭവിച്ചേ മതിയാവൂ. കാരണം അത്രയേറെ ക്രൂരതയാണ് ഫലസ്തീനിലും ഗസയിലും പിഞ്ചു കുഞ്ഞുങ്ങളോടും യുവാക്കളോടും ഒക്കെ ചെയ്തത്. അവരുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അവരുടെ ആ ശാപത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഇനിയും ഒരുപാട് ഇവർ അനുഭവിക്കാനുണ്ട്. അത് അനുഭവിച്ച് തീർത്തല്ലാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുകയില്ല.